നവീൻ ബാബുവിൻ്റെ സഹധർമ്മിണി തിരുവനന്തപുരത്ത് വന്ന് അവർ CBI വിടണമെന്നുള്ള പരാതി അപേക്ഷ നൽകിയിരുന്നു. അത് മുഖ്യമന്ത്രി എനിക്കുമാണ് പരാതി നൽകിയത്. ഞങ്ങൾ ആലോചിച്ച് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ പുതിയ കുറേ കാര്യങ്ങൾ അവർ അപേക്ഷയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിക്കാൻ ഞാൻ DGPക്ക് അവരുടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ നമ്മുടെ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ കഴിഞ്ഞ ദിവസം കോടതിയുടെ വലിയ വിമർശനമൊക്കെ ഏറ്റുവാങ്ങിയിരുന്നു. ഇനിയിപ്പോൾ 2-ാം തീയതി വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ വരികയാണ്. ഈ പ്രതികൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ വന്നിട്ട് മുങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഒരു ശക്തമായ നടപടി തന്നെ അല്ല, അത് നിയമപരമായ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. നിയമത്തിൻ്റെ വഴിക്ക് പോകും. നമ്മളതിനകത്ത് ഇത്തരം അന്വേഷണങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. ആഭ്യന്തരമന്ത്രി ഇടപെടുന്നത് ശരിയുമല്ല. കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ DGP അവരുടെ സസ്പെൻഡ് ചെയ്തു. ഇനി അവർക്ക് റിപ്പോർട്ട് വേണേൽ നൽകാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇത് പിന്നെ ഒന്നും നൽകിയിട്ടില്ല. ഇത് കോടതി കൊടുത്തിട്ടുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. ആ കാര്യത്തിൽ SIT ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. SIT പറഞ്ഞ കാര്യത്തിൻ്റെ പേരിലാണ് നടപടി എടുത്തിട്ടുള്ളത് DGP. മറ്റ് കാര്യങ്ങളൊന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല. റിപ്പോർട്ടിൽ പരാമർശിക്കാതെ DGPക്കോ ആഭ്യന്തര വകുപ്പിനോ എങ്ങനെ നടപടി സ്വീകരിക്കാൻ കഴിയും? അപ്പോൾ ഇനി ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് പരിശോധിക്കാം. ഇതുവരെ റിപ്പോർട്ടിനകത്ത് അത്തരം കാര്യങ്ങളൊന്നും പരാമർശിച്ചില്ല. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DGP നടപടിയെടുത്തത്. അല്ല, ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിലാണ് DGP നടപടിയെടുത്തത്. അതെല്ലാം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളല്ലേ. അതേ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ മുമ്പിലോ ഗവൺമെന്റിന്റെ മുമ്പിൽ അത്തരം ഒരു റിപ്പോർട്ട് SIT നൽകിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞാൽ അത് പ്രാഥമിക റിപ്പോർട്ടാകാം. ഇനിയും ചിലപ്പോൾ റിപ്പോർട്ട് വരുമായിരിക്കാം. വരുമ്പോൾ അത് പരിശോധിച്ച് ആഭ്യന്തര വകുപ്പ് വേണ്ട നടപടി സ്വീകരിക്കും. അല്ല, അതൊന്നും എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SIT രൂപീകരിച്ചത് ക്യാബിനറ്റാണ്. SIT രൂപീകരിച്ച ആ റിപ്പോർട്ട് വന്നപ്പോൾ DGP അതിന്റെ പേരിൽ നടപടിയെടുത്തു. അതല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ആ SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ DGPക്ക് നടപടിയെടുക്കാൻ കഴിയുന്നത്. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളൊന്നും ആ റിപ്പോർട്ടിനകത്തില്ല. അത് വരുമ്പോൾ നോക്കാം.